ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസാണ്. അപ്പം നമ്മൾ ഫസ്റ്റിലെ വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജ്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയെല്ലാം. പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ എടുത്ത് പാൻ ചൂടാൻ ശേഷം അതിലോട്ടിടാം. ഞാനിവിടെ ബട്ടർ ഇട്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും ഒഴിക്കാം. എന്നിട്ട് നമ്മൾക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് എല്ലാ വെജിറ്റബിൾസ് എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസ് നല്ല കണക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഇപ്പം നല്ല കണക്ക് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ചില്ലി സോസും സോയ സോസും ആഡ് ചെയ്യാം. എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തതിൽ ടൊമാറ്റോ സോസാണ് അല്പം ആഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത് തണുപ്പാണ്, അതിൻ്റെ കൂടെ ഞാൻ ഫ്രിഡ്ജിലും കൂടെ വെച്ച് മുട്ടയൊക്കെ നല്ല ഐസായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് മുട്ടയൊന്ന് നല്ല കണക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൽ തന്നെ ഇട്ട് അപ്പം നമ്മൾ മുട്ടയും വെജിറ്റബിൾസും എല്ലാം കൂടെ മിക്സായി നല്ല കണക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ല കണക്ക് നമുക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചോറ് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ചോറ് ഞാൻ മുമ്പേ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ആഡ് ആക്കിയാൽ മതി. എനിക്ക് ആ ക്ലിപ്പ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അപ്പം നമ്മൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ പപ്പടവും അച്ചാറെല്ലാം കൂട്ടി കഴിച്ചു. നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.